നമസ്കാരം. എഡ്യൂത്രസിന്റെ ഇംഗ്ലീഷ് റാങ്ക് മേക്കിംഗ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് 4ാം ഭാഗം ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രോഹിത് വേണുനാഥൻ. ഇതിനു മുമ്പുള്ള ഭാഗമൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഓരോ ഭാഗമായി കണ്ട് നോട്ട് തയ്യാറാക്കുക. ഇംഗ്ലീഷ് കൂടാതെ മറ്റ് പ്ലേലിസ്റ്റുകൾ നോക്കാമെങ്കിൽ ബാക്കി സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും കാണാം. എഡ്യൂത്രസിന്റെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വരുന്നവർക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫ്രീ ആയുള്ള ലൈവ് ക്ലാസ്സുകൾ ദിവസവും ഉണ്ടാവും. കൂടാതെ ലൈവ് ക്വിസുകൾ ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം, ബിസിനസ് ഹാസ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ്. ചൂസ് ദ മീനിങ് ഫോർ ദ ഇഡിയം ഡോഗ് ഈറ്റ് ഡോഗ്. Dogs quarrel with each other. Competitive for profit. Competitive for advertising. Quarrel for profit. ഉത്തരം കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ് ആണ്. ലാഭത്തിനായി മത്സരിക്കുക. Choose suitable interpretation for the idiom to blaze a trail. To set fire. To blow one's own trumpet. To be annoying. To initiate a work. ഉത്തരം to initiate a work. ഒരു ജെറ്റ് വിമാനത്തിന്റെ ബാക്കിൽ നിന്ന് വരുന്ന പുക ഓർത്താൽ മതി. അത് പോയ വഴിയിലൊരു വരയുണ്ടാവും. അതുപോലെ നമ്മളൊരു ജോലി ആരംഭിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു അടയാളം ഉണ്ടാവുക. അപ്പോൾ ടു ബ്ലേസ് എ ട്രെയിൽ എന്ന് പറയുമ്പോൾ ടു ഇനിഷ്യേറ്റ് വർക്ക് എന്ന് മനസ്സിൽ ചിത്രീകരിച്ച് പഠിക്കുക. Bring out the meaning of the idiom in the following sentence. We shall fight tooth and nail for our right. With all power, using tooth and nail, peacefully, without soldiers. ഉത്തരം വിത്ത് ഓൾ പവർ. മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുക. നമ്മളുടെ അവകാശങ്ങൾക്കായി പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുക എന്ന് പറഞ്ഞാൽ സർവശക്തിയും ഉപയോഗിച്ച്, വിത്ത് ഓൾ പവർ. What does the following idiom mean? A ball from the blue. Something which is correct and fit, strong and fast. An unexpected thing happened. Difficult things become so easy. ഉത്തരം an unexpected thing happened. ഇവിടെ നിങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കേണ്ടത് ഇതാണ്. ബോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇടിമിന്നൽ, ബ്ലൂ എന്നാൽ നീല ആകാശം. അപ്പോൾ നീല ആകാശം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ മാനം എന്ന് മനസ്സിൽ ചിത്രീകരിക്കുക. അതിൽ നിന്ന് പെട്ടെന്നൊരു ഇടിമിന്നൽ വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തത്. നീലാകാശത്തിൽ നിന്ന് ഒരു ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കറുത്ത ഇരുണ്ട ആകാശമാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം, അതിനെയാണ് എ ബോൾ ഫ്രം ദി ബ്ലൂ. The pros and cons of a new venture means reasons and solutions, origin and values, for and against, essays and poems. ഉത്തരം for and against. ഇത് നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഇഡിയം തന്നെയാണ്. അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർക്ക് അറിയാമായിരിക്കും. പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. In the nick of time means at the last moment, very rarely, in the evening, punctual. ഉത്തരം at the last moment. In the nick of time എന്നാൽ അവസാന നിമിഷം, അതായത് ക്ലോക്കിൽ മണിയടിക്കുന്ന ആ സെക്കൻഡിൽ എന്നുള്ള അർത്ഥം. ലാസ്റ്റ് മൊമെന്റ്. Through thick and thin means always, through the forest, through both good and bad times, through good times. Through thick and thin means through both good and bad times. തിക്ക് വളരെ കഷ്ടപ്പാടേറിയ, കട്ടി കൂടിയ അല്ലെ കഠിനമായ സാഹചര്യം. തിൻ എന്നാൽ കുറച്ച് ലളിതമായ അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിട്ടുള്ള സമയം. അപ്പം അങ്ങനെ ഗുഡ് ആൻഡ് ബാഡുമായി അത് കണക്ട് ചെയ്ത് പഠിക്കുക. ഡെഡ് സ്ലോ മീൻസ് extremely tired, not moving, extremely slow, accident. ഉത്തരം extremely slow ആണ്, dead slow. To let the cat out of the bag. To do a mistake. To cheat someone. To reveal a secret carelessly. To help a person. ഉത്തരം to reveal a secret carelessly. To let the cat out of the bag. കാറ്റിനെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അതൊരു രഹസ്യമാണ്. അത് അശ്രദ്ധാപൂർവം പുറത്തു ചാടുക. അപ്പോൾ രഹസ്യം പുറത്താവുക എന്നർത്ഥം.
apple of one's eyes means very dear, very cunning, very happy, enemy. ഉത്തരം വെരി ഡിയർ ആണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ, കൺമണി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ വളരെ പ്രിയപ്പെട്ട. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിച്ചു. നമുക്കിനിയും ഇതുപോലെ ഒരുപാട് നോക്കാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വരിക. കുറെ കൂടെ സീരിയസ് ആയി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ കുറെ കൂടി ഊർജിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയി തന്നെ ലൈവ് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് അക്കാഡമി പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. അക്കാഡമി പ്ലസിന്റെ പ്രത്യേകത അവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിട്ടുള്ള അനവധി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകൾ ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം എഡ്യൂത്രസ്റ്റ് 10 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേ കോഡ് എഡ്യൂത്രസ്റ്റ് 10 എന്ന കോഡ് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അൺലിമിറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും ക്ലാസ്സസും ആക്സസ് ലഭിക്കും. അൺലിമിറ്റഡ് ആയി ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനിടയിൽ തന്നെ എഡ്യൂക്കേറ്ററുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ബെസ്റ്റ് വിഷസ്.